ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇന്ന് ഞങ്ങളുടെ ചെറിയ എസ്റ്റേറ്റിലാണ്, കുഞ്ഞ് എസ്റ്റേറ്റ്, കുറച്ച് സ്ഥലമുള്ളൂ ഞങ്ങൾക്ക്. ഇത് കണ്ടോ, ഞങ്ങളിന്ന് രാവിലെ പപ്പായ ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കപ്ലങ്ങ എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് പറയുക? വയനാട്ടിലൊക്കെ കപ്ലങ്ങ എന്നാണ് പറയുന്നത്. അത് പറിക്കാൻ പോവുക. കാണിച്ചു തരാം ഞങ്ങളുടെ കപ്ലങ്ങ തൈ. ഹലോ ഗൈസ്, ഇത് കണ്ടോ, ആകെ 2 കപ്ലങ്ങയേ ഉള്ളൂ. ബാക്കിയെല്ലാം ഞങ്ങൾ കറി വെച്ച് തീർത്തു. അപ്പോൾ ഇന്ന് കപ്ലങ്ങ. ഞങ്ങളിവിടെ ഞങ്ങളുടെ തോട്ടത്തിലെ സാധനങ്ങളൊക്കെ ആട്ടോ കറി വെക്കുക. 2 3 ഒന്നും കൂടെ ബാക്കിയുണ്ട്. അതവിടെ ഇരുന്നോട്ടെ, അതവിടെ ഇരുന്നോട്ടെ. അങ്ങനെ ഇന്നിതാണ് ഉപ്പേരി. ഞങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളെ തോട്ടത്തിലുള്ള സാധനങ്ങളൊക്കെയാണ് ഞങ്ങൾ കറി വെക്കുക. അപ്പോൾ അതിൽ വിഷമൊന്നും ഉണ്ടാവില്ലല്ലോ. ഞങ്ങൾ മാക്സിമം അങ്ങനെയാണ് ഉപയോഗിക്കുക. ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ നട്ട് വളർത്തി അത് കറി വെച്ച് കഴിക്കും. ഗൈസ്, ഇത് കണ്ടോ, കാപ്പി പൂത്തത്, കോഫി പ്ലാന്റ്, കാപ്പി പൂത്തത് കണ്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ കോഫി ഉണ്ടോ? അത് വയനാട്ടിൽ കാപ്പി ഉണ്ട്, ബാക്കിയുള്ളിടത്തൊക്കെ ഉണ്ടോ എനിക്കറിയത്തില്ല. ഞങ്ങളുടെ നാട്ടിലാണ് കാപ്പി. ഞങ്ങളുടെ നാട്ടിലും പിന്നെ വേറെ എവിടെയാണല്ലോ കാപ്പി കൂടുതൽ. ഇതാണ് അതിൻ്റെ പൂവ്. അപ്പോൾ ഇന്നത്തെ കറി ഇതാണ്. ഇത് ഞങ്ങൾ ഗ്രേറ്റ് ചെയ്ത് ഉപ്പേരി പോലെ ആക്കും. പിന്നെ ഞങ്ങൾ മോരിട്ടിട്ട് മോരുകറി ഉണ്ടാക്കും. നല്ല ടേസ്റ്റായി കപ്ലങ്ങ മോരുകറി വെക്കുന്നത്. എനിക്ക് രണ്ടും ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഗൈസ്? പറയൂ എൻ്റെ അടുത്ത്. ഞങ്ങളുടെ തോട്ടം കാണിച്ചു തരാവേ. ഇതാ വാഴയുണ്ട്, കാപ്പിയുണ്ട്. കാപ്പി ഉണ്ടോ, പ്ലാവുണ്ട്, കുറച്ച് മുളകുണ്ട്. ഇതാണ് ഞങ്ങളുടെ തോട്ടം. കാപ്പിയെല്ലാം പൂത്തു. കാപ്പി പൂത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പൂവിന് നല്ല മണമാണ്. അപ്പോൾ തോട്ടത്തിലോട്ട് ഇറങ്ങിയാൽ നല്ല രസമാണ് കാണാൻ. ഇങ്ങനെ നല്ല മണമായിട്ട്, നല്ല മണവും നമുക്കിങ്ങനെ പച്ചപ്പൊക്കെ കാണുമ്പം മറ്റേ സിനിമയിൽ പറയുന്ന പോലെ പച്ചപ്പും ഹരിതാപവും ഒക്കെ കണ്ടിങ്ങനെ രാവിലെ തന്നെ ഇതൊക്കെ പറിച്ച് ഇങ്ങനെ നടക്കുന്നത് നല്ല രസമാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും എൻ്റെ ഈ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം കേട്ടോ.